ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്നതും വളരെയധികം വിറ്റാമിൻസ് അടങ്ങിയതുമായ ക്യാപ്സിക്കം കൊണ്ടുള്ള ഒരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാം. സ്റ്റഫ്ഡ് ക്യാപ്സിക്കം ഗ്രേവി. ഇനി നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനൊരു 4 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, 3 പൊട്ടറ്റോ പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്, 2 പഴുത്ത തക്കാളിക്ക. ഇനി നമുക്ക് ആ പൊട്ടറ്റോ തൊലിയൊക്കെ ഒരിച്ച് അതൊന്ന് ഉടച്ചെടുക്കണം. തക്കാളിക്ക നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ക്യാപ്സിക്കത്തിൻ്റെ ഞെട്ട് ഇളക്കി നമുക്കതൊരു ഹോളാക്കിയെടുക്കണം. ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടുന്നത് നോക്കാം. നമുക്ക് ക്യാപ്സിക്കം, ടൊമാറ്റോ അരച്ചത്, ഗ്രീൻ പീസ്, 2 സവാള അരിഞ്ഞത്, പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ചത്, ഉപ്പ്, ഗരം മസാല, മല്ലിയില, പച്ചമുളക് അരിഞ്ഞത്, ചാറ്റ് മസാല, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ജീരകം, പിന്നെ കസൂരി മേത്തി, അത് 1 സ്പൂൺ വേണം. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ക്യാപ്സിക്കം എല്ലാം ഇതാണ്ട് ഞാൻ അതിൻ്റെ എല്ലാം ഞെട്ടിളക്കി ഒരു ഹോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കടായിൽ സ്വല്പം എണ്ണ എടുത്ത് ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്കിട്ട് ഇത് എല്ലാം നമുക്കൊന്ന് വാട്ടിയെടുക്കാം. നമുക്ക് ഒരു പാൻ അടുപ്പേ വെച്ച് അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ക്യാപ്സിക്കം ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വശം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അടുത്ത വശം അതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ വശങ്ങളും നമുക്ക് ഇതുപോലെ ചൂടാക്കിയെടുക്കണം. അതിൻ്റെ ചെവിട് വശം എല്ലാ 4 വശവും ഇതുപോലെ നമുക്ക് ചൂടാക്കിയെടുക്കണം. ഇപ്പം ക്യാപ്സിക്കം നല്ല റെഡിയായിട്ട് ചൂടാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഗ്യാസ് ഓഫാക്കി നമുക്കിനി അത് കോരിയെടുക്കാം. നന്നായിട്ട് ചൂടാക്കി കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റഫ് ചെയ്യാനുള്ള മസാലയാണ് നമ്മൾ ഈ കടായിൽ ഉണ്ടാക്കുന്നത്. അത് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരിഞ്ഞു വെച്ചിരുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ സവാള ഒന്ന് വാടി വരുന്നിടം വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയുടെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കതിലേക്ക്
മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ സമയത്ത് തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ അത് മസാലയെല്ലാം കരിഞ്ഞു പോകും. എന്നിട്ട് നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ചിരുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അവസാനമായിട്ട് അതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഓഫാക്കിയിട്ട് മസാല നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. നമുക്ക് നമ്മുടെ മസാല തണുക്കുമ്പോഴേക്കും നമുക്ക് വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കടായിയിൽ ഇതിന് ആവശ്യമായിട്ടുള്ള ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അത് ചൂടാകാൻ കൊടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു സവാള അരിഞ്ഞത് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചുവന്ന് വരണം. ഉള്ളി ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്കത് ഇളക്കി കൊടുക്കണം. ഉള്ളി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇനി നമ്മൾ 2 ടൊമാറ്റോ അരച്ച് വെച്ചിരുന്ന ആ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴുന്നതിന് ശേഷം നമുക്കിതിലേക്ക് സ്വല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് തിളയ്ക്കാൻ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ മസാല നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതുപോലെ കാപ്സിക്കം നമ്മൾ ചൂടാക്കി വെച്ചിരുന്ന അതും തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ഒരു സ്പൂൺ എടുത്ത് കോരി അതിലേക്ക് നമുക്ക് നിറച്ച് വയ്ക്കണം.
നമ്മൾ ഒരു ക്യാപ്സിക്കം ഇതുപോലെ എടുത്ത് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരുന്ന മസാല ഉണ്ട് ഇതിലേക്ക് നിറച്ച് കൊടുക്കണം. ഇതുപോലെ ഇതിലേക്ക് നമ്മൾ നിറച്ച് കൊടുക്കണം. ഇതുപോലെ ഇതെല്ലാം നമുക്ക് നിറച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ആ മസാല ക്യാപ്സിക്കത്തിൽ സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ? ഇനി നമുക്ക് നമ്മുടെ ഗ്രേവി തയ്യാറായോ എന്ന് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. അടപ്പ് തുറന്നപ്പോഴേക്കും അതിൽ നിന്ന് ഒരു നല്ല മണം ഇവിടെ എല്ലാം അങ്ങ് പരന്നിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അല്ല, കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ സ്റ്റഫ്ഡ് ക്യാപ്സിക്കം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് ഒന്ന് അടച്ചു വെച്ച് ഒന്നുകൂടി നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് ക്യാപ്സിക്കം ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റുള്ളതാണ്. ശരീരത്തിന് ആരോഗ്യത്തിന് ഇത് നല്ലതാണ്, വളരെ നല്ലതാണ് ക്യാപ്സിക്കം. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ഒക്കെ ഏറ്റവും നല്ലതാണ്. വീഡിയോ കണ്ടതിന്